വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. പതിവ് പോലെ നമ്മുടെ അൺബോക്സിങ്ങിൽ തന്നെ തുടങ്ങാം. ഈ റിവ്യൂ യൂണിറ്റ്സ് ഒക്കെ തരുന്നത് നമ്മുടെ സ്വന്തം ഈ സ്റ്റോർ തന്നെയാണ്. കൊച്ചിയിലെ പെൻഡാമേനകയിലാണ് ഈ ഷോറൂം ഉള്ളത്. ആപ്പിളിന്റെ എല്ലാ പ്രൊഡക്ട്സിനും അതുപോലെ ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സും സ്മാർട്ട് ഫോൺസും വാങ്ങുന്നതിനായി ഈ സ്റ്റോറുമായി കോൺടാക്ട് ചെയ്യാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ വളരാൻ ഒരു വലിയൊരു സപ്പോർട്ട് ഈ സ്റ്റോറിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് അമിതാഭ് ഭായ്. ഐഫോണിൻ്റെ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം ബോക്സിന് പുറത്തുള്ള ആ ഒരു പ്ലാസ്റ്റിക് റാപ്പും കൂടി ഇത്തവണ ആപ്പിൾ അവോയ്ഡ് ചെയ്തു. എൻവയറമെന്റൽ വേസ്റ്റ് കുറയ്ക്കാനുള്ള നല്ലൊരു കോസിനായതുകൊണ്ട് തന്നെ ആപ്പിളിനെ ഈ ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു. ആസ് യൂഷ്വൽ സ്ലീക്ക് ബോക്സ് തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. അറിയാമല്ലോ, ചാർജർ അഡാപ്റ്ററും ഇയർഫോൺസും ഇതിനകത്തില്ല. ഇതും എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആവാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം ഇതെന്തായാലും നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യും. പ്ലാസ്റ്റിക് റാപ്പിന് പകരം ഇത്തവണ വന്നിരിക്കുന്നത് 2 പുൾ ടാബാണ്. ഇത് ഇത്തവണ ആപ്പിൾ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കളറാണ്. ഇതിനെ സിയേറ ബ്ലൂ എന്നാണ് അവർ വിളിക്കുന്നത്. ബോക്സിനകത്ത് വരുന്നത് ഒരു ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കേബിള്, യൂസർ മാനുവൽ, ഇൻസ്ട്രക്ഷൻ ഗൈഡ്, സിം ഇജക്ടർ ടൂള്, ആപ്പിൾ സ്റ്റിക്കർ. ഐഫോൺ 12 സീരീസിൽ വന്ന പോലെ തന്നെ സെറാമിക് ഷീൽഡ് തന്നെയാണ് എൻറ്റയർ ഐഫോൺ സീരീസ് 13ലും വന്നിട്ടുള്ളത്. സിയറ ബ്ലൂ കൂടാതെ ഗ്രാഫൈറ്റ്, ഗോൾഡ്, സിൽവർ എന്നീ കളറുകളിൽ ഐഫോൺ 13 പ്രോയും ഐഫോൺ 13 പ്രോ മാക്സും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഐഫോൺ 13 കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാം. മിഡ് നൈറ്റ് എന്ന കളർ വേരിയൻ്റ് ആണിത്. ബ്ലാക്കിൽ നിന്ന് മാറി ഡീപ്പ് ബ്ലൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബോക്സിന്റെ പുറത്ത് കാണിച്ചിരിക്കുന്ന കളറും വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന കളറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇത് കൂടാതെ പിങ്ക്, ബ്ലൂ, സ്റ്റാർലൈറ്റ് വൈറ്റ്, പ്രൊഡക്റ്റ് റെഡ് എന്നീ കളറിലും ഐഫോൺ 13 മിനിയും ഐഫോൺ 13ഉം ഇറങ്ങിയിട്ടുണ്ട്. ഐഫോൺ 13ലും സെയിം ഇൻസ്ട്രക്ഷൻ മാനുവൽ, ആപ്പിൾ സ്റ്റിക്കേഴ്സ്, സിം ഇജക്ടർ ടൂള്, ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കേബിള്. ഡിസ്പ്ലേ, ബാറ്ററി, ക്യാമറ, പെർഫോമൻസ് ഈ 4 കാര്യങ്ങളാണ് ഐഫോൺ 13 സീരീസിൽ ഇത്തവണ അപ്ഗ്രേഡ് വന്നിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും ടഫസ്റ്റ് ഗ്ലാസ് തന്നെയാണ്. അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ 12 സീരീസിൽ കൊടുത്തിരിക്കുന്ന അതേ സെറാമിക് ഷീൽഡ് പ്രൊട്ടക്ഷൻ ഗ്ലാസ് തന്നെയാണ് 13 സീരീസിലുള്ളത്. കൂടാതെ IP68 വാട്ടർ റെസിസ്റ്റന്റ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. പിന്നെ വിസിബിൾ ആയിട്ട് ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ള മാറ്റമാണ് നോച്ച് സൈസ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരുപാട് ചെറുതായ പോലെ തോന്നും. നോച്ച് ഹൈറ്റ് സെയിം ആണെങ്കിലും വിഡ്ത്ത് 20% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഉൾപ്പെടെ 5ഓളം സെൻസറുകളാണ് ഈ ഒരു നോച്ചിൻ്റെ ഭാഗത്തായിട്ടുള്ളത്. ഇതൊന്നും കോംപ്രമൈസ് ചെയ്യാതെ നോച്ച് ചെറുതാക്കിയുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എങ്കിലും മീഡിയ കൺസംഷൻ്റെ സമയത്ത് അതൊരു ഡെഡ് സ്പേസ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. കൂടാതെ എക്സ്ട്രാ ഇൻഫർമേഷനോ ബാറ്ററി പെർസെൻറ്റേജോ കാണിക്കാൻ ആ ഒരു എക്സ്ട്രാ സ്പേസ് യൂസ് ചെയ്തിട്ടുമില്ല. 13 സീരീസിലെ എല്ലാ ഫോണുകളുടെയും സ്പീക്കർ ഗ്രില്ല് ചെറുതാക്കിയിട്ടുണ്ട്. അതും ഡിസ്പ്ലേയുടെ ടോപ്പ് എഡ്ജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 13ഉം 13 പ്രോയും സെയിം 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. 2 ഫോണുകളും സെയിം സൈസ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡ് ഐഡന്റിക്കലാണ്. എങ്കിലും 2 ഫോണുകളുടെ ബ്രൈറ്റ്നസ്സിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഐഫോൺ 13 800 നിറ്റ്സും ഐഫോൺ 13 പ്രോ 1000 നിറ്റ്സും ആണ് മാക്സിമം ബ്രൈറ്റ്നസ്. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ 12ൽ 625 നിറ്റ്സും 12 പ്രോയിൽ 800 നിറ്റ്സും ആയിരുന്നു. ഇതെന്തായാലും ഒരു സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെന്റ് തന്നെയാണ്. ഇൻഡോർ യൂസേജിൽ വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ലെങ്കിലും ഔട്ട്ഡോർ യൂസിലാണ് ഈ ഒരു ബ്രൈറ്റ്നസ് ഇംപ്രൂവ്മെന്റ് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഇത് HDR കണ്ടന്റ് കാണുന്ന സമയത്ത് മാക്സിമം 1200 നിറ്റ്സ് വരെയാണ് ബ്രൈറ്റ്നസ് ലെവൽ ഇൻക്രീസ് ആവുന്നത്. ഇവിടെ ക്യാമറയിൽ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് കാണിക്കാൻ പറ്റില്ല. എങ്കിലും
കളേഴ്സിലും കോൺട്രാസ്റ്റിലൊക്കെ ഒരു വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് 13 സീരീസ് ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഒരുപാട് കാത്തിരിപ്പിന് ശേഷം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് A15 ബയോണിക്കിൻ്റെ പെർഫോമൻസും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും ഒരുമിച്ച് തരുന്ന ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഐഫോണിലെപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ലെവൽ തന്നെയായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഇത് 13 പ്രോയിലും 13 പ്രോ മാക്സിൽ മാത്രമേ 120 ഹെർട്സിൻ്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ വരുന്നുള്ളൂ. 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതായത് ആക്ഷൻസ് ഒന്നുമില്ല സമയത്ത് 10 ഹെർട്സിൽ നിന്ന് സ്മൂത്ത് മോഷൻ വേണ്ട സമയത്ത് 120 ഹെർട്സ് വരെ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ്ലി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെയാണ്. നോർമൽ യൂസിലും ഗെയിമിങ്ങിലും നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. എങ്കിലും ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ചില ഗെയിംസിനും ഈ ഒരു 120 ഹെർട്സിൻ്റെ ആക്സസ് ഇതുവരെ എനേബിൾ ചെയ്തിട്ടില്ല. അധികം വൈകാതെ തന്നെ ഈ ഒരു ഒപ്റ്റിമൈസേഷൻ നടക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. 13 പ്രോ സീരീസിൽ അടുത്ത ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് ആപ്പിളിന്റെ പുതിയ A15 ബയോണിക് പ്രോസസ്സറാണ്. 5 നാനോമീറ്റർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോസസ്സർ 50% ഫാസ്റ്റർ എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ഐഫോൺസിന്റെ പെർഫോമൻസ് ഒക്കെ ഓൾറെഡി ടോപ്പ് നോച്ച് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ യൂസിലൊന്നും ആ ഒരു ഡിഫറൻസ് നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാനേ സാധിക്കില്ല. ഗ്രാഫിക്സിലും പ്രോസസ്സിംഗിലുമാണ് ഈ ഒരു ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ഗ്രാഫിക് പ്രോസസ്സിങ്ങിനായിട്ട് 4 കോർ GPU യിൽ നിന്നും 5 കോർ GPU അപ്ഗ്രേഡും വന്നിട്ടുണ്ട്. കൂടാതെ പുതിയ 16 കോർ ന്യൂറൽ എഞ്ചിൻ ആപ്പിൾ ഇത്തവണ എനേബിൾ ചെയ്തിട്ടുള്ള ആപ്പിൾ പ്രോഗ്രസ് അൺകംപ്രസ്ഡ് വീഡിയോ റിയൽ ടൈം റെക്കോർഡ് ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്യാനുള്ള പവറും കൂടിയാണ് എൻഹാൻസ് ചെയ്യുന്നത്. ഗീക്ക് ബെഞ്ച് സ്കോർ റിസൾട്ടിലും സിംഗിൾ കോറും മൾട്ടി കോറിലും ഈ ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് വളരെ എവിഡൻ്റ് ആണ്. ഐഫോൺ 13 പ്രോയിലും ഐഫോൺ 12 പ്രോയിലും 6GB റാമാണ്, ബാക്കിയുള്ള ഫോൺസിൽ 4GB റാമാണ് ഉള്ളത്. അൺടു ബെഞ്ച്മാർക്ക് ടെസ്റ്റിലും ഈ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാം. എങ്കിലും 12 പ്രോന് ഐഫോൺ 13നേക്കാളും കൂടുതൽ സ്കോറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഫോണുകൾ തമ്മിലുള്ള വീഡിയോ പ്രോസസ്സിംഗ് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഐഫോൺ 13 പ്രോയിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. 4K റെസൊല്യൂഷനിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് HDR ഡോൾബി വിഷൻ ഫയലാണ്. 3 മിനിറ്റാണ് ഡ്യൂറേഷൻ. 1.2 GB ആണ് ഫയൽ സൈസ് വരുന്നത്. ഈ സെയിം ഫയൽ നമുക്ക് iMovie ആപ്പ് ഉപയോഗിച്ച് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നതും സെയിം സെറ്റിങ്ങിൽ തന്നെയാണ്. അതായത് 4K HDR ഫയൽ, അതും 60 FPS. ഈ സെയിം ഫയലിനെ 13 പ്രോയിലും 13ലും 12 പ്രോയിലും 11 പ്രോയിലും എക്സ്പോർട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഐഫോൺ 13 പ്രോയിലും 12 പ്രോയിലും 6GB റാമാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് ഡിഫറൻസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഈ ഒരു പ്രോസസ്സ് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. ഐഫോൺ 13 പ്രോ തന്നെയാണ് ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 3 മിനിറ്റ് 5 സെക്കൻഡ്. ജസ്റ്റ് 1 സെക്കൻഡ് വ്യത്യാസത്തിൽ ഐഫോൺ 13 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 മിനിറ്റ് 6 സെക്കൻഡ്. ഐഫോൺ 12 പ്രോ 3 മിനിറ്റ് 12 സെക്കൻഡ്. ഐഫോൺ 11 പ്രോ 4 മിനിറ്റ് 27 സെക്കൻഡ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഐഫോൺ 12 പ്രോയിൽ നിന്ന് 13 പ്രോയിലേക്ക് ഒരു വലിയ പെർഫോമൻസ് ഡിഫറൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും 11 പ്രോയിൽ നിന്ന് വലിയൊരു ലീപ്പ് തന്നെയാണ് 13 പ്രോയിൻ്റെ പെർഫോമൻസിൽ വന്നിരിക്കുന്നത്. 13 സീരീസിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എങ്കിലും ആപ്പിൾ ക്ലെയിം ചെയ്യുന്ന പോലെ ആ ഒരു 50% ഇംപ്രൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ ബാക്കിയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായിട്ട് കമ്പയർ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഫോണുകളുമായിട്ടാണ് കമ്പയർ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാറ്ററി പെർഫോമൻസിലും 13 സീരീസിൽ ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 12 പ്രോനെ അപേക്ഷിച്ച് 1.5 ഹവേഴ്സ് കൂടുതലാണ്. ഐഫോൺ 13ൽ എക്സ്ട്രാ 2.5 ഹവേഴ്സാണ് ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. രണ്ട് ഫോണുകളും ഒരാഴ്ചത്തെ യൂസേജിൽ എനിക്ക് ഹോൾ ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഐഫോൺ 13 സീരീസിൻ്റെ. ലാസ്റ്റ് 1 വീക്ക് യൂസ് ചെയ്തിട്ടുള്ള സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഐഫോൺ 13 പ്രോ ആവറേജ് 10 ഹവേഴ്സ് 44 മിനിറ്റ്സ്, 13 9 ഹവേഴ്സ് 38 മിനിറ്റ്സ്, 12 പ്രോ 8 ഹവേഴ്സ് 30 മിനിറ്റ്സ്, ദെൻ 11 പ്രോ 6 ഹവേഴ്സ് 19 മിനിറ്റ്സ്. ഡെഫിനറ്റ്ലി 13 പ്രോയിൽ നല്ലൊരു ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു റിസൾട്ട് ഇത് ജസ്റ്റ് ഒരു ആവറേജ് വാല്യൂ മാത്രമാണ്. 4 ഫോണുകളും എക്സാക്ട്ലി ഒരേ രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടല്ല ഈ കാണുന്നത്. ബാറ്ററി പെർഫോമൻസ് ടെസ്റ്റിൽ ഞാനിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് റിവ്യൂ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹൂസ് ദ ബോസിലെ അരുൺ തന്നെയാണ്. ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഇൻറ്റൻസ് ബാറ്ററി ടെസ്റ്റിലും എബവ് 8 ഹവേഴ്സിൻ്റെ ബാറ്ററി ലൈഫ് ഐഫോൺ 13 പ്രോയിൽ ലഭിച്ചായിട്ട് കാണാം. ഐഫോൺ 13 സീരീസിൽ വന്നിരിക്കുന്ന ബാക്കിയുള്ള അപ്ഗ്രേഡുകളെ അപേക്ഷിച്ച് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കൂടുതൽ അപ്ഗ്രേഡ്സും ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 3 ക്യാമറകളിലും ഹാർഡ്വെയർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അത് ഇത്തവണ ഇറങ്ങിയിട്ടുള്ള ക്യാമറകളുടെ സൈസിൽ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും. ക്യാമറ പ്രൊജക്ഷനും ഇൻക്രീസ് ആയിട്ടുണ്ട്. 11 പ്രോന്ന് 13 പ്രോയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ക്യാമറ ബമ്പ് കൂടാതെ ഫോണിൻ്റെ ഡെപ്തിലും വെയ്റ്റിലും സ്ലൈറ്റ്ലി ഇൻക്രീസ് വന്നിട്ടുണ്ട്.
ഫോൺ കേസില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്ഷൻ ഫ്ലാറ്റ് സർഫേസിലൊക്കെ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എൻറ്റയർ ഫോണുമായിട്ടുള്ള പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഓവർ സൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും ക്യാമറ ഇമ്പ്രൂവ്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കംപ്ലൈൻറ്റ്സ് ഒന്നും പറയുന്നില്ല. iPhone 13ലും ഈ ഒരു ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ക്യാമറ ബമ്പും ലെൻസിൻ്റെ സൈസും വലുതായിട്ടുണ്ട്, എങ്കിലും പ്രൊജക്ഷൻ അധികമില്ല. iPhone 13 സീരീസിലെല്ലാം പുതിയ സെൻസേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12 Proയിൽ 2x ഒപ്റ്റിക്കൽ സൂം ആയിരുന്നത് 13 Proയിൽ 3x ആയിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസിന് നല്ലൊരു ഫോക്കൽ ലെങ്ത് ആണ് 77mm. പിന്നെ ഒരു ഡൗൺഗ്രേഡ് ഉള്ളത് അപ്പർച്ചർ സൈസ് 2.8 ആയിട്ടുണ്ട്. 12 Proയിൽ അത് 2 ആയിരുന്നു. 12 Proനെ അപേക്ഷിച്ച് അൾട്രാവൈഡ് നല്ല ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. 2.4 അപ്പർച്ചർ ആയിരുന്നത് 1.8ലേക്ക് വന്നത് ബെറ്റർ ലോ ലൈറ്റ് വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ ഇത് സഹായിക്കും. അൾട്രാവൈഡിലും സോണി IMX772 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈമറി ക്യാമറയിലും ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇതൊരു ഐഫോണിൽ വന്നിരിക്കുന്ന ഏറ്റവും വൈഡർ അപ്പർച്ചർ, അതായത് 1.5 iPhone 11 Proനേക്കാളും ഏകദേശം 2 മടങ്ങ് ലോ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. 1.9 മൈക്രോൺ പിക്സലുള്ള ലാർജസ്റ്റ് സെൻസർ തന്നെയാണ് ഇത്തവണ മെയിൻ ക്യാമറയിൽ വന്നിരിക്കുന്നത്. iPhone 13ലെ പ്രൈമറി ക്യാമറയും 12 MP തന്നെയാണ്, f1.6 അപ്പർച്ചർ. അൾട്രാവൈഡ് ലെൻസ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ 12ന്റെ സെയിം 2.4 അപ്പർച്ചറാണ്. അതുപോലെ ആപ്പിൾ ഇത്തവണ ചെയ്ത മറ്റൊരു നല്ലൊരു കാര്യം 13 Proവും 13 Pro Maxന്റെ ക്യാമറ സ്പെസിഫിക്കേഷനും 13ഉം 13 മിനിയുടെ ക്യാമറ സ്പെക്കും എക്സാക്ട്ലി സെയിം ആക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 13 മിനിയും 13 Proവും വാങ്ങിക്കുന്നവർക്ക് ക്യാമറയിൽ സാക്രിഫൈസ് ചെയ്യുമെന്നുള്ള റിഗ്രറ്റ് ഒന്നും കൂടാതെ ഈ ഫോണുകൾ വാങ്ങാം. iPhone 13 സീരീസിൻ്റെ ക്യാമറ സാമ്പിൾസ് കാണിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പെയുള്ള ഫോണുകളിൽ നിന്നും എത്ര കണ്ട് ഇമേജ് ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പാരിസൺ നമുക്കിവിടെ ചെയ്യാം. പ്രൈമറി ക്യാമറയിൽ നിന്നെടുത്ത ഫോട്ടോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, ഇമേജിങ്ങിൻ്റെ കാര്യത്തിൽ ഐഫോൺ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇമേജ് ക്വാളിറ്റിയിൽ പ്രൈമറി ക്യാമറയിൽ നിന്നെടുത്ത ഫോട്ടോസ് തമ്മിൽ വലിയൊരു ഡിഫറൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വൈറ്റ് ബാലൻസിങ്ങും ഫോക്കസിങ്ങും എല്ലാം ഓട്ടോ മോഡിലാണെങ്കിൽ പോലും ടെമ്പറേച്ചറിലും കളർ ടോണിലും ഒരേ കൺസിസ്റ്റൻസി ഈ 4 ക്യാമറകളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ ഇമേജുകൾ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളതെന്ന് മാത്രം ഞാനിവിടെ പറയാം. കുറച്ചുകൂടെ പിക്സൽ പീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് ഷാർപ്നെസ്സും ഡീറ്റെയിലിങ്ങിലും 13ഉം 13 Pro ഇംപ്രൂവ് ആയതായിട്ട് കാണാം. അതുപോലെ കുറച്ച് കോൺട്രാസ്റ്റ് ഇമേജസ് ആണ് 13 Proയിലും 13ഉം കിട്ടുന്നത്. നമ്മൾ ആദ്യം കണ്ട ഇമേജ് തന്നെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഗ്രാസിൻ്റെ പുറത്തുള്ള ഷാർപ്നെസ്സും ഡീറ്റെയിലും 13ഉം 13 Proയിൽ തന്നെയാണ് കൂടുതലുള്ളത്. ഈ ഒരു ഇമേജ് നോക്കിയാലും സെയിം റിസൾട്ട് തന്നെയാണ് കാണാൻ സാധിച്ചത്. 12 Proവും 13 സീരീസും വലിയ ഡിഫറൻസ് ഇല്ല, എങ്കിലും 11 Proയിലെ ഇമേജ് കുറച്ച് സോഫ്റ്റർ ആയിട്ട് കാണാം. ഇതേ ഇമേജിൽ തന്നെ ഡൈനാമിക് റേഞ്ചിൻ്റെ ഡിഫറൻസും കാണാൻ സാധിക്കുന്നുണ്ട്. സ്കൈയിലുള്ള ഡീറ്റെയിൽസ് iPhone 11 Proനേക്കാളും ബെറ്റർ ആണ് 12 Proയിലും 13 സീരീസിലും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, iPhone 13 Proയിലുള്ളത് ഐഫോണിൽ ഇറങ്ങിയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സെൻസർ സൈസാണ്. സെൻസർ സൈസ് വലുതാവും തോറും കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ഇൻക്രീസ് ആവും. കൂടാതെ 1.5 അപ്പർച്ചർ തരുന്ന ആ ഒരു ക്രീമി ഡെപ്ത് ഓഫ് ഫീൽഡ് ലോ ലൈറ്റിലും നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. പുറകിൽ കാണുന്ന സ്റ്റാർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ലോ ലൈറ്റിൽ പ്രൈമറി ക്യാമറയുടെ ക്വാളിറ്റിയും iPhone 13 Proയിലാണ് ബെറ്റർ. ഈ ഇമേജിൽ നിന്ന് മനസ്സിലാവും ഡൈനാമിക് റേഞ്ചിലും iPhone 13 Pro തന്നെയാണ് ഹൈലൈറ്റും ഷാഡോസും ഒരുപോലെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ iPhone 13 സീരീസിലെ മെയിൻ ക്യാമറയിൽ ഇംപ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് ബെറ്റർ ഷാർപ്നെസ്, ബെറ്റർ ഡൈനാമിക് റേഞ്ച്, മോർ ലൈറ്റ് ക്യാപ്ചറിങ്, നാച്ചുറൽ ഡെപ്ത് ഓഫ് ഫീൽഡ്. പിന്നീട് 13 Pro ക്യാമറയിൽ മാത്രം വന്നിരിക്കുന്ന പുതിയ ഫീച്ചറാണ് മാക്രോ ഫോട്ടോഗ്രാഫി. ഇത് എനേബിൾ ചെയ്തിരിക്കുന്ന അൾട്രാവൈഡ് ലെൻസിലാണെങ്കിലും മാക്രോ മോഡ് ആക്സസ് ചെയ്യാൻ പ്രൈമറി ക്യാമറ മോഡിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. മിനിമം 2 cm ഡിസ്റ്റൻസിലാണ് മാക്രോസ് എടുക്കാൻ സാധിക്കുന്നത്. അൾട്രാവൈഡ് ക്യാമറയിൽ തന്നെ ഇത് എനേബിൾ ചെയ്തുകൊണ്ട് 12 MP തന്നെ ഫോട്ടോസും ക്യാപ്ചർ ചെയ്യാം. 4K 30 FPS മാക്രോ വീഡിയോസും എടുക്കാം. മാക്രോ മോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇവിടെ കാണാം ആ മാക്രോ മോഡിലേക്ക് ഓട്ടോമാറ്റിക് ആണ് ക്യാമറ സ്വിച്ച് ആകുന്നത്. ഈ ഒരു സ്വിച്ചിങ് ക്ലോസപ്പ് ഷോട്ട് എടുക്കുമ്പോൾ വളരെ അനോയിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കൂടാതെ ഇവിടെ കാണുന്ന പോലുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് അത് ഫോക്കസ് ആവുന്നതേയില്ല. അപ്പോൾ ഇതൊരു വലിയൊരു ബഗ് തന്നെയാണ്. എന്തായാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഈ ഒരു ഇഷ്യൂ ആപ്പിൾ ഫിക്സ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അൾട്രാവൈഡ് ക്യാമറയിലും ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് കാണാനുണ്ട്. ബെറ്റർ കളേഴ്സും ഡൈനാമിക് റേഞ്ചും iPhone 13 Proയിൽ കാണാൻ സാധിച്ചു. ലാർജർ സെൻസറും അപ്പർച്ചർ 1.8 ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി iPhone 13 Proൻ്റെ ഇമേജ് ലോ നോയ്സിലും എക്സ്ട്രാ ഡീറ്റെയിലിങ്ങിലും ഷാർപ്നെസ്സിലും ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഷാർപ്നെസ്സും ഡൈനാമിക് റേഞ്ചും കളർ ആക്യുറസിയും അൾട്രാവൈഡ് ക്യാമറയിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത് iPhone 13 Proയിൽ തന്നെയാണ്. ടെലിഫോട്ടോ ലെൻസ് നോക്കുകയാണെങ്കിൽ 13 Proയിൽ 3x ഒരു എക്സ്ട്രാ മാഗ്നിഫിക്കേഷൻ കാണാം.
ഇവിടെയും ഷാർപ്നെസ്സും ഡീറ്റെയിലിങ്ങിലും 13 Pro തന്നെയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. പിന്നീട് iPhone 13 സീരീസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഫീച്ചറാണ് ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ്. ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടെ കോൺട്രാസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ കുറച്ചുകൂടെ വൈബ്രൻ്റ് ആയ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചറിൽ വാമറും കൂളറും ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. കൂടാതെ ഇമേജിൻ്റെ ടോണും വാംത്തും നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പൊതുവെ ഐഫോണിൻ്റെ ഇമേജസ് ഫ്ലാറ്റ് നാച്ചുറൽ കളേഴ്സാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടോൺ ഡയറക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. 13 സീരീസിൻ്റെ സെൽഫി ക്യാമറയിൽ വലിയ അപ്ഗ്രേഡൊന്നും വന്നിട്ടില്ല. നാച്ചുറൽ സ്കിൻ ടോൺ iPhone 13 Proയിൽ തന്നെയാണ്. ലോ ലൈറ്റിലും ഡീസൻറ്റ് സെൽഫി തന്നെയാണ് എടുക്കാൻ സാധിക്കുന്നത്. പോർട്രേറ്റ് മോഡിൽ 13 Proയിൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. 13 Proയിൽ 3x സൂമിലും 1xലും പോർട്രേറ്റ് ക്യാപ്ചർ ചെയ്യാം. എങ്കിലും 11 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 12 Proയിലും 13 Proയിലുള്ള ലൈഡാർ സെൻസർ ഉള്ള കാരണം പോർട്രേറ്റിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സെൽഫി പോർട്രേറ്റ്സും 3 ഫോണിലും ഡീസൻറ്റ് തന്നെയാണ്. എങ്കിലും ബെറ്റർ ഡൈനാമിക് റേഞ്ചും ഇമേജ് ഷാർപ്നെസ്സും 13 Proയിൽ കൂടുതലായി കാണുന്നുണ്ട്. നൈറ്റ് സെൽഫ് പോർട്രേറ്റും 3 ഫോണുകളിലും ഡീസൻറ്റ് തന്നെയാണ്. പുതിയ ഇംപ്രൂവ്ഡ് ക്യാമറയുടെ റിസൾട്ട് ലോ ലൈറ്റ് ഫോട്ടോസിലും കാണാം. ലോ നോയ്സും ടെക്സ്റ്റേഴ്സിലുള്ള ഡീറ്റെയിലിങ്ങും iPhone 13 Proയിൽ കൂടുതലായിട്ട് ക്യാപ്ചർ ആവുന്നുണ്ട്. അൾട്രാവൈഡ് ലോ ലൈറ്റിലാണ് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. iPhone 11 Proയിലെ ടെക്സ്റ്റേഴ്സൊക്കെ വാഷ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. കാരണം iPhone 12 Pro തൊട്ടാണ് അൾട്രാവൈഡിലും നൈറ്റ് മോഡ് വരുന്നത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോ ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് iPhone 13 Proയിൽ വന്നിട്ടുള്ളത്. പുതിയ ക്യാമറയുടെയും ലാർജർ സെൻസറിൻ്റെയും ഇഫക്റ്റ് വീഡിയോ ക്വാളിറ്റിയിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. അറിയാമല്ലോ, iPhone 12 Pro തൊട്ട് 4Kയിൽ HDR ഡോൾബി വിഷൻ വീഡിയോസ് എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ 13 Proയിലെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഫോർമാറ്റിലാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്നത് ഡോൾബി വിഷൻ HDR എനേബിൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ വീഡിയോയുടെ എക്സാക്ട് ക്വാളിറ്റി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ വീഡിയോ HDR ഫോർമാറ്റിലല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. HDR എനേബിൾഡ് ആയിട്ട് ഒരു ഡിസ്പ്ലേയിൽ കാണുമ്പോഴാണ് ഈ വീഡിയോയുടെ എക്സാക്റ്റ് ക്വാളിറ്റി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഒരു രക്ഷയില്ല. കാരണം ഭയങ്കര വിവിഡായിട്ടുള്ള കളേഴ്സും ബ്രൈറ്റ്നസ്സും HDR ഫയൽ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ തന്നെ കിക്ക് ഇൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഡിസ്പ്ലേയിൽ ഹൈലൈറ്റ് കംപ്ലീറ്റ്ലി ബ്ലോൺ ഔട്ട് ആയിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കോൺട്രാസ്റ്റും കളർ വൈബ്രൻസിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് iPhone 13 Proയിലാണ്. ഷാർപ്നെസ്സിലും ഡീറ്റെയിൽസിലും 3 ക്യാമറകളും കൺസിസ്റ്റൻ്റ് തന്നെയാണ്. എങ്കിലും 11 Proനെക്കാട്ടി ഇംപ്രൂവ്ഡ് ആണ് 12 Proയും 13 Proയും. റിച്ച് കളേഴ്സും കോൺട്രാസ്റ്റും കൂടുതലുള്ളത് 13 Proയിൽ തന്നെയാണ്. iPhone 13 Proയിലെ കളേഴ്സ് കുറച്ചുകൂടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. സ്കൈ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ പ്രിസർവ് ചെയ്തിട്ടുള്ളത് iPhone 13 Pro തന്നെയാണ്. ഇവിടെ ഗ്രാസിൻ്റെ ടെക്സ്റ്റേഴ്സിലുള്ള ഡീറ്റെയിൽസ് കൂടുതലുള്ളത് iPhone 13 Proയിലാണ്. ഇമേജ് ക്വാളിറ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ അൾട്രാ വൈഡ് ക്യാമറ വീഡിയോസിലും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ലാർജർ സെൻസറിൻ്റെ ആ ഒരു ബെനിഫിറ്റ് വീഡിയോസിലും നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ കാണാൻ സാധിച്ചത് 13 Proയിലെ 3x സൂമിൽ ഡൈനാമിക് റേഞ്ച് കുറച്ച് ലൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വീഡിയോസ് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിട്ടും 13 Proയിൽ കാണാം. ബട്ട് കളേഴ്സൊക്കെ 13 Proയിൽ അടിപൊളിയാണ്. 13ലും 13 Proയിലും ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 3 ക്യാമറകളും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഡിഫറൻസ് ഇവിടെ കാണാം. ഇതിൽ കുറച്ചുകൂടെ സ്കിൻ ടോൺ നാച്ചുറലായിട്ട് വന്നിട്ടുള്ളത് 11 Proയിലാണ്. 12 Proയിൽ സ്കിന്ന് കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്ത പോലെയാണ് കാണുന്നത്. ഇവിടെ കാണാൻ ഡൈനാമിക് റേഞ്ചിൽ 12 Proയും 13 Pro തന്നെയാണ് ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. ഫേസിൽ കറക്റ്റ് എക്സ്പോഷർ ബാലൻസ് ചെയ്തിട്ടുള്ളത് 12 Proയിലാണ്. ഹലോ സൗണ്ട് ടെസ്റ്റ് 1 2 3 സൗണ്ട് ടെസ്റ്റ്. ഹലോ 1 2 3 സൗണ്ട് ടെസ്റ്റ്. iPhone 13 Pro, iPhone 13 Pro audio test, iPhone 12 Pro audio test, iPhone 11 Pro audio test. Sound check 1 2 3 sound check. iPhone 13 Pro sound check, sound test. Hello 1 2 3. iPhone 12 Pro sound check 1 2 3 sound check. iPhone 11 Pro sound test. Hello 1 2 3 sound check. പിന്നീട് iPhone 13 സീരീസിൽ ആപ്പിൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫീച്ചറാണ് സിനിമാറ്റിക് മോഡ്. ഫോക്കസ് റാക്കിംഗ് മെത്തേഡാണ് ഈ ഒരു മോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അഡ്വാൻസ്ഡ് AI ഫീച്ചറിലൂടെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ സിനിമാറ്റിക് മോഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഫുൾ HD മാത്രമാണ് ഇതുപോലുള്ള വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുള്ളതൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഫേസ് ട്രാക്കിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഫോക്കസ് റാക്കിംഗ് ഒക്കെ വളരെ സീംലെസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്.
പക്ഷേ എങ്കിലും ഇതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ ഒന്നും അത്ര പെർഫെക്റ്റ് ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ഈ ഒരു മോഡിനെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് പോർട്രേറ്റ് വീഡിയോ ആയിട്ട് മാത്രമേ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സിനിമാറ്റിക് മോഡാണെന്ന് പറയുന്നുണ്ടെങ്കിലും 24 FPS റെക്കോർഡിംഗ് കൊടുത്തിട്ടില്ല. മാനുവൽ ക്യാമറ കൺട്രോൾസും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ ഇതിനെ പ്രോ മോഡെന്നെങ്കിലും വിളിക്കായിരുന്നു. എന്തായാലും ഐഫോൺ യൂസേഴ്സിന് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷവും ഫോക്കസ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സിനിമാറ്റിക് മോഡിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. ക്ലോസപ്പ് ഷോട്ടിനും ആ ഒരു ക്രീമി ബാക്ക്ഗ്രൗണ്ട് ബ്ലർ iPhone 13 Proയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. iPhone 11 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ കാണാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാക്രോ ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോഴുള്ള പ്രശ്നം ക്ലോസപ്പ് ഷോട്ട്സ് എടുക്കുമ്പോഴും ഉണ്ട്. അതായത് ക്ലോസപ്പ് ഷോട്ട് എടുക്കാനായിട്ട് ഒബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് ക്യാമറ കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാക്രോ മോഡിലേക്ക് സ്വിച്ച് ആവുന്നത് ഭയങ്കര അനോയിങ് ആണ്. പിന്നീട് മെയിൻ ക്യാമറ ഹാർഡ്വെയറിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പുതിയ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷനാണ്. ആപ്പിൾ ഇത്തവണ ലിമിറ്റ് ചെയ്യാതെ iPhone 13 മെയിൻ ക്യാമറസിലെല്ലാം ഈ ഫീച്ചർ എനേബിൾ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്പെസിഫിക്കലി ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ഓൾറെഡി പ്രീവിയസ് ജനറേഷൻ ഐഫോണിൻ്റെ സ്റ്റെബിലൈസേഷൻ ഇൻസെയിൻലി ഗുഡാണ്. കഴിഞ്ഞ തവണ ചെയ്ത iPhone 12 miniയുടെ സാമ്പിൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ആ വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ലിങ്ക് ഐകാർഡിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ സ്റ്റെബിലൈസേഷൻ്റെ ആ ഒരു ജിറ്റർ iPhone 13 Proയിൽ മിനിമൈസ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ വീഡിയോനേക്കാളും കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത് ഹാൻഡ് ഹെൽഡ് ഫോട്ടോസിനും അതുപോലെ ലോ ലൈറ്റ് ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെയാണ്. എഗെയിൻ 13 Proയിലെ ലാർജർ സെൻസർ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ലോ ലൈറ്റ് വീഡിയോസിലും കൂടിയാണ്. നോയ്സ് ലെവൽ വളരെ കുറവാണ്. അതുപോലെ ഇമേജ് ക്വാളിറ്റി ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഷാർപ്നെസ്സും ഡീറ്റെയിലും iPhone 13 Proയിൽ തന്നെയാണ് കൂടുതലുള്ളത്. ലോ ലൈറ്റ് നോയ്സ് ലെവൽ 11 Proയിൽ വളരെ കൂടുതലാണ്. ലോ ലൈറ്റിലും കളർ കൺസിസ്റ്റൻസിയും വൈറ്റ് ബാലൻസൊക്കെ 3 ഫോണുകളിലും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചെടികളുടെ പുറത്തുള്ള ഡീറ്റെയിലും ആ ഫ്ലോറൽ ടെക്സ്റ്റേഴ്സും കൂടുതലുള്ളത് iPhone 13 Proയിൽ തന്നെയാണ്. അൾട്രാവൈഡ് ലോ ലൈറ്റിലും ഈ ഒരു ഡിഫറൻസ് കാണാനുണ്ട്. വൈഡ് ലെൻസ്, അൾട്രാ വൈഡ് ലെൻസ്. ലോ ലൈറ്റ് ഫ്രണ്ട് ക്യാമറയിലും iPhone 13 Pro തന്നെയാണ് ബെറ്റർ. അപ്പോൾ അൺഡൗട്ട്ഫുള്ളി ലോ ലൈറ്റ് വീഡിയോസിലും iPhone 13 Pro തന്നെയാണ് വിന്നർ. പിന്നീട് ഐഫോൺ യൂസേഴ്സ് എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ആ ലെൻസ് ഫ്ലെയറും ആ ഒരു ഗ്ലാസിന് പുറത്ത് വരുന്ന റിഫ്ലക്ഷനും ഇപ്പോഴും ഐഫോൺസിൽ കാണാം. ആപ്പിൾ ഇതുവരെ ഇത് ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂവിന് ശേഷം എൻ്റെ തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങളൊരു iPhone 11 അതിന് മുമ്പെയുള്ള ജനറേഷൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും 13 മാറിയാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു അപ്ഗ്രേഡ് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ ഓൾറെഡി ഒരു 12 യൂസർ ആണെങ്കിൽ 13 സീരീസിലേക്ക് വരുന്നത് ഒരു വലിയ അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ വർഷം ഇറങ്ങിയ ഐഫോണുകളിൽ ഏറ്റവും ഗുണകരമായ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് നമ്മളെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം സിനിമാറ്റിക് മോഡ് അതുപോലെ ക്യാമറയിലാണ് കൂടുതലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. കണ്ടന്റ് ക്രിയേഷനാണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അപ്ഗ്രേഡ് തന്നെയായിരിക്കും iPhone 13 സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് iPhone 13 അതിന് മുമ്പുള്ള സീരീസോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടോക്ക്. This is Hari signing off.